കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞ വിശേഷത്തിന് ബാക്കി വിശേഷം കേട്ടോ. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടത് രവീന്ദ്രന് കിട്ടിയ പെൻഷൻ തുക 1,00,000 രൂപ. അപ്പൊ അത് കാണാതെ പോയിരിക്കുകയാണ്. അതിന്റെ പേരിൽ ചന്ദ്രമതി ശരത്തിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. ശരത്ത് വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ആ തുക നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ രേവതി ശരത്തിന്റെ കയ്യിലെടുത്ത് കൊടുത്തു വിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുവാണ്. ഇത് കേട്ടാൻ രേവതി പറഞ്ഞു, ഇല്ലമ്മേ, ശരത്ത് അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവൻ ആ ബൈക്ക് മോഷ്ടിച്ച കേസിൽ മാപ്പ് പറയാനായിട്ട് ഇങ്ങോട്ട് വന്നേ, വെറുതെ അവനെ ചീത്ത പറയേണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോ സച്ചു പറഞ്ഞു, പണം പോയിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം അമ്മയുടെ മോൻ തന്നെയായിരിക്കും. സുതിയായിരിക്കും അടിച്ചു മാറ്റിയിരിക്കുന്നത്. അവനാണല്ലോ അങ്ങനത്തെ ഒരു പാരമ്പര്യം ഉള്ളതെന്ന് പറയാണ്. കാരണം ഇതിനു മുമ്പും അവൻ തന്നെയല്ലേ അടിച്ചു മാറ്റിയിരിക്കുന്നതെന്ന് ചോദിക്കുക. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, വെറുതെ ഇല്ലാക്കാൻ നീ പറയാൻ ശ്രമിക്കണ്ട. സുതി എന്താണ് പൈസയൊന്നും അടിച്ചു മാറ്റില്ല. എന്റെ മനം അങ്ങനെയും ചെയ്യത്തില്ലെന്ന് പറയാം. പിന്നെ ചെയ്യാഞ്ഞിട്ടാണ് അച്ഛന് 50 ലക്ഷം അടിച്ചു മാറ്റിക്കൊണ്ടാന്ന് ഓടിയെന്ന് പറയാം. എടാടാ, നീ വെറുതെ അവനെ കുറ്റപ്പെടുത്തണമെന്ന് പറയാം. രവീന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല, പോയ പൈസ പോട്ടെ എന്ന് പറയണം. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു, അതെങ്ങനെ ശരിയാകും? അതെ, അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ലേ, അപ്പൊ അത് ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു കൂടാന്ന് പറയണം. ചന്ദ്രമതി ശരിയാ, ആരാണെങ്കിലും അത് പിടിക്കണം. ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് പോലീസിനെ വിളിക്കാൻ പറയാം. ഇത് കേട്ട ശ്രുതി ഒന്ന് ഞെട്ടി. ദൈവമേ, പോലീസ് വന്ന തന്റെ കാര്യം ഗോവിന്ദ ആയത് തന്നെ. ഈ സമയം സച്ചു പറഞ്ഞു, വിളിക്ക്, പോലീസ് അങ്ങോട്ട് വരട്ടെ. പോലീസ് വന്ന് എല്ലാത്തിനും പൊക്കിയെടുക്കട്ടെ. അറിയാലോ അപ്പൊ ആരാ കള്ളത്തരം കാണിച്ചെന്നുള്ള കാര്യം. ഇനിയിപ്പം ഈ വീട്ടിലുള്ളവരാണോ പുറത്തുനിന്നുള്ളവരാണോ എന്നൊക്കെ നമുക്ക് അറിയാലോ എന്ന് പറയാം. ഈ സമയം രേവതി പെട്ടെന്ന് വന്ന് സച്ചിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്താ ഇങ്ങനെയൊക്കെ പറയണേ? പോലീസ് വന്ന് ശരത്തിനെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവന്റെ ഭാവിയെ ബാധിക്കില്ലേ? അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയല്ലേ, അപ്പൊ അവനത് പ്രശ്നം ഉണ്ടാക്കത്തില്ലേ? പിന്നെ നാണക്കേടാവും. ഇതൊക്കെ അറിയാതെയാണ് ഇങ്ങനെ പറയണെന്ന് ചോദിക്കും. ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ രേവതി? നമ്മൾ എപ്പോഴും ആരാ കള്ളത്തരം കാണിച്ചെന്ന് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. രേവതി ഒന്നും വേണ്ട, പോലീസിനെ ഒന്നും വിളിക്കേണ്ടെന്ന് പറയും. എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ശരത്ത് അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. കാരണം അവനൊരു അബദ്ധം പറ്റി, അവൻ ബൈക്ക് മോഷ്ടിച്ചു. പക്ഷെ എന്ന് പറഞ്ഞാലും അവൻ ഇനി അങ്ങനത്തെ ഒരു കള്ളത്തരം ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് ആരുടെയും പൈസയൊന്നും മോഷ്ടിക്കില്ല എന്ന് പറയാം. ചന്ദ്രമതി പറഞ്ഞു, പിന്നെ മോഷ്ടിക്കില്ല പോലും എന്ന് വെച്ചാൽ പുണ്യാളനല്ലേ, നാളെ രൂപക്കൂടെ പണം നിർത്താം. നീയും നിന്റെ വീട്ടുകാരും കള്ളനും കൊള്ളക്കാരുടെ താമസമല്ലോ അല്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും രേവതി പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയല്ലമ്മേ, കുറെ കഷ്ടമുണ്ട് കേട്ടോ. പിന്നെ എന്തിനാടി അവൻ ഇങ്ങോട്ട് വന്നേ? പറഞ്ഞല്ലോ മാപ്പ് പറയാനായിട്ട്, ഒരു മാപ്പ് പോലും. സത്യം പറ, അവൻ അങ്ങോട്ട് മുറിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും നീ അവന്റെ ആ പൈസ എടുത്ത് കൊടുത്തു വിടുകയല്ലായിരുന്നോ? അവനെ പൈസ അങ്ങോട്ട് പോയില്ലെന്ന് ചോദിക്കുക. ഇല്ലമ്മ, സത്യമായിട്ടും അങ്ങനെയും ചെയ്തിട്ടില്ലെന്ന് പറയണം. ഈ സമയം രവീന്ദ്രൻ നിർത്ത്, മതി, കുറെ സമയമായി തുടങ്ങിയിട്ട്. പൈസയല്ലേ, അത് എപ്പോഴും കിട്ടുവാണെ കിട്ടട്ടെ, ഇല്ലേ പോവാണെ പോട്ടെ. ഇനി അതിന്റെ പേരിലൊരു പ്രശ്നം വേണ്ടെന്ന് പറയാം. രേവതിയുടെ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകുന്നുണ്ട്. കാരണം മനസ്സാ വാച അറിയാത്ത കാര്യത്തിലാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ചന്ദ്രമതി പറഞ്ഞു, പോലീസ് വന്നാലും ഇതിന് കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കുള്ളൂ എന്ന് പറയണം. ഈ സമയം സച്ചി രേവതിയോട് പറഞ്ഞു, നീ കഴിക്കാനുള്ള ഫുഡ് എടുത്തു വെക്കാൻ പറയണം. അപ്പൊ ചന്ദ്രമതി സുധിയോട് പറഞ്ഞു, നീ പോലീസിനെ വിളിക്കണമെന്ന് പറഞ്ഞു. അവര് വിളിക്കാതിരിക്കോ എന്തേലും ചെയ്യട്ടെ എന്ന് പറയണം. അപ്പൊ ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണേ? ഒരിക്കലും ശരത്ത് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവൻ അങ്ങനത്തെ അവനല്ലെന്ന് പറയണം. പിന്നെ സപ്പോർട്ട് പിടിക്കാൻ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ നീ അവർക്കെല്ലാം സപ്പോർട്ട് പിടിക്കുള്ളൂ. കാര്യം എന്താന്നൊക്കെ എനിക്ക് അറിയാടാ ശ്രീകാന്തേ, അതുകൊണ്ട് നീ കൂടുതലൊന്നും ചിലക്കേണ്ടെന്ന് പറയണം. പെട്ടെന്ന് സച്ചി പറഞ്ഞു, നീ ജോലിക്ക് പോകുന്നുണ്ടെ പോവാൻ നോക്ക്. ഇവരിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും, അതിനെക്കുറിച്ച് നീ വിഷമിക്കേണ്ടെന്ന് പറയണം. ഇത് രേവതി, നീ എനിക്ക് ഫുഡ് എടുക്കാൻ പറയണം. ഈ സമയം രേവതി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാ. സച്ചി അങ്ങോട്ട് പോയി. രവീന്ദ്രനും ബാക്കി എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിരിക്കണം. പിന്നീട് ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ചു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് എന്തേലും ചെയ്തേ മതിയാകുള്ളൂ. പിന്നീട് നേരെ ലക്ഷ്മിയമ്മയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഈ സമയം ലക്ഷ്മിയമ്മ ചന്ദ്രമതിയുടെ കോള് കണ്ടപ്പോൾ ഇത് എന്താ പറ്റി, ഇവര് ഇങ്ങോട്ട് വിളിക്കുന്നത്? ഇവര് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടേ വിളിക്കത്തുള്ളൂ, നല്ല കാര്യത്തിന് വേണ്ട ഇന്ന് വരെ വിളിച്ചിട്ടില്ല. ദേവ് പറഞ്ഞ്, ആരമ്മ വിളിക്കുന്നത്? ആ ചന്ദ്രമതി ചേച്ചിയാ. അന്നെങ്കിൽ എന്തേലും പ്രശ്നം കാണുമായിരിക്കും, അത് പറയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും എന്ന് പറയാം. അതെ, എന്തേലും കാണും, പക്ഷെ എന്താന്ന് അറിയത്തില്ല. കോൾ എടുക്കണോ വേണ്ടിയോ? അമ്മ എടുക്ക്, എന്താന്ന് ചോദിക്ക്, കാര്യം നമുക്ക് അറിയണമല്ലോ എന്ന് പറയാം. അങ്ങനെ ലക്ഷ്മിയമ്മ കോൾ എടുത്തപ്പോ ചന്ദ്രമതി ചോദിച്ചു, എവിടെയാ? 5 സ്റ്റാർ റെസ്റ്റോറന്റിലാണോന്ന് ചോദിക്കണം. എന്താ ചന്ദ്രമതി ചേച്ചി അങ്ങനെ ചോദിച്ചേ? അല്ല, ഇഷ്ടം പോലെ പണം ഉണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചാ. വീട്ടിൽ നീ ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ, എന്നും പുറത്തുനിന്ന് കഴിച്ചാൽ പോരെന്ന് ചോദിക്കാം. അല്ല ചേച്ചി പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ല, കാര്യം എന്താന്ന് ചോദിക്കും. മനസ്സിലായില്ലല്ലേ? അതെ, കൊടുന്ന് ഉരുണ്ട് കളിക്കണ്ട. പക്ഷേങ്കിലേ തള്ളയുടെ മക്കളുടെ സ്വഭാവമൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറയാം. അധികം വൈകാൻ നിങ്ങളുടെ വീട്ടിൽ പോലീസ് വരുമെന്ന് പറയാം. ഇത് കേട്ടതും ലക്ഷ്മിയമ്മ വെച്ച്, എന്താ ചേച്ചി പറയണേ? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയണം. നിങ്ങളുടെ മോനുണ്ടല്ലോ ശരത്ത്,
ഇവിടെ വന്ന് പൈസ അടിച്ചു മാറ്റിക്കൊണ്ടോ പോയേക്കുന്നേ. 1ഉം 2ഉം അല്ല, 1,00,000 രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് പോയേക്കുന്നേ. അതുകൊണ്ടൊന്നും നിങ്ങളുടെ തന്നു കാണുമായിരിക്കില്ലേ? അതുകൊണ്ട് സുഖസുന്ദരമായിട്ട് അങ്ങനെ ജീവിക്കാന്ന് വിചാരിച്ചല്ലേന്ന് ചോദിക്കുക. അല്ലേലും പൂവ് കെട്ടിയാൽ എത്ര രൂപ കിട്ടും? 5ഓ 10ഓ കിട്ടും. ഇതങ്ങനെയല്ലല്ലോ, ലക്ഷങ്ങളല്ലേ കൈവന്നിരിക്കുന്ന ചോദിക്കുക. ഇതോടെ ലക്ഷ്മി പറഞ്ഞ് വെറുതെ അനാവശ്യം പറയരുത്. എന്റെ മോൻ അങ്ങനെയും ചെയ്യില്ല എന്ന് പറയാം. ചെയ്യില്ല പോലും. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് എടുത്ത പണമായിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ വന്നോണം. അല്ലെങ്കിൽ പോലീസ് അങ്ങോട്ട് വന്ന് നിന്റെ മോനെ നിങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയാം. വെറുതെ കള്ളത്തരം പറയില്ല, ദൈവദോഷം പറയരുത്. എന്റെ മോനെ അങ്ങനെ ചെയ്യില്ല, ഞങ്ങളും ആരും ചെയ്യില്ല എന്ന് പറയാം. കൂടുതൽ വിസ്തീർണ്ണമൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോളാൻ പറയാം എന്നും പറഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ട് ഫോൺ വെക്കുക. ലക്ഷ്മി അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി ലക്ഷ്മി അമ്മയ്ക്ക്. ഇനിയിപ്പോ എന്താ ചെയ്യുന്നേ? ആകെപ്പാടെ പെട്ടുപോയല്ലോ. ഈ സമയം ദേവൂച്ച് എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ്. പിന്നീട് ലക്ഷ്മി അമ്മ കാര്യങ്ങളെല്ലാം പറയും. എല്ലാം കേട്ട് കഴിഞ്ഞ് പറഞ്ഞു, അതെ ശരത്ത് അങ്ങനെ ഒരിക്കലും ചെയ്യില്ലമ്മേ. എനിക്കറിയായി മോളെ അങ്ങനെ ചെയ്യില്ലെന്ന്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവനോട് പോകുകയും ചെയ്തല്ലോ. എനിക്ക് എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറയണം. ഈ സമയത്താണ് ശരത്ത് അങ്ങോട്ട് വരുന്നത്. എന്താമ്മേ, എന്താ അമ്മയുടെ മുഖം വല്ലായിരിക്കുന്നത്? കാര്യം എന്താന്ന് ചോദിക്കുക. പെട്ടെന്ന് ശരത്തിനെ കയറി അടിക്കുകയൊക്കെ ചെയ്യുവാണ്. ദേവി വെച്ച് അമ്മ എന്തായി കാണിക്കണെന്ന് ചോദിക്കുക. എല്ലാം നീ കാരണമാടാ, നീ കാണേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നേ. അമ്മ ഞാനെന്ത് തെറ്റ് ചെയ്യുന്ന? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇതേ കള്ളത്തരം പറഞ്ഞാണ്ടല്ലോ ഒരു അടി വാങ്ങുന്നു പറയണ. അമ്മ എന്തിനാ അവനെ തല്ലുന്നേ? പിന്നീട് ദേവ് പറഞ്ഞു, എടാ നീ അവിടെ ചെന്നെന്നും പറഞ്ഞോണ്ട് അവിടുന്ന് 1,00,000 രൂപയാണ് കാണാതെ പോയത്, നീ എടുത്താന്നും പറഞ്ഞോണ്ട് രേവതി ചേച്ചിയുടെ വീട്ടിൽ വല്ലാത്ത പ്രശ്നമെന്ന് പറയണം. ഇത് കേട്ട ശരത്ത് പറഞ്ഞു, അമ്മ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങോട്ട് പോയത്, ഞാൻ അവിടെ മാപ്പ് പറയാൻ പോയതല്ലേ. എനിക്കറിയാൻ നീ എടുത്തിട്ടില്ലാന്ന്. പക്ഷെ ഒരു തവണ നീ കള്ളത്തരം കാണിച്ചതിന്റെ പേരില്, ആ ബൈക്ക് മോഷ്ടിച്ചതിന്റെ പേരില് ഇപ്പൊ വീണ്ടും വീണ്ടും നമുക്കിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നേ. അന്ന് നീ അത് ചെയ്തോണ്ടല്ലേടാ. അത് ചെയ്യാതിരിക്കുവായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് തലയുയർത്തി നിൽക്കാൻ പാടില്ലായിരുന്നോ? അമ്മേ എനിക്കറിയാടെ മോനെ, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഒരു കാര്യം ചെയ്യ, നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറയണം. ദേവ് പറഞ്ഞു, അങ്ങോട്ട് ചെന്നിട്ടോ നമ്മള് കട്ടെടുത്തിട്ടില്ലാന്ന് പറയണം. ഈ സമയം ശരത്തും പറഞ്ഞു, വാ നമുക്ക് പോവാം. ഇനിയിപ്പം ഞാൻ എന്തിനാ ഇവര് ഇരിക്കുന്നത്? ഇരുന്നിട്ട് കാര്യമില്ല, ഞാൻ കള്ളനല്ലാന്ന് എനിക്ക് തെളിയിക്കണം. അവിടെ പോയി അവരോട് കാര്യങ്ങളൊക്കെ പറയണം എന്ന് പറഞ്ഞിട്ട് ശരത്ത് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് ദേവും ലക്ഷ്മിയമ്മ കൂടെ ആ കൂടെ പോയി. പിന്നീട് കാണിക്കുന്ന അവര് 3 പേരും കൂടെ നേരെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ഈ സമയം ചന്ദ്രമതി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഹാളില്. അങ്ങനെ അവരെ കണ്ടതും പറഞ്ഞു, ബാബാ കേറി വാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുവായിരുന്നു പറയണം. അല്ല കട്ടെടുത്ത പണം കൊണ്ടുവന്നിട്ടുണ്ടോന്ന് ചോദിക്കാം. ഈ സമയം ലക്ഷ്മിയ പറഞ്ഞു, എന്താ ചന്ദ്രമതി ചേച്ചി ഇങ്ങനെയൊക്കെ പറയണേ? ഞങ്ങൾ ആരുടെയും പൈസയൊന്നും കട്ടെടുത്തിട്ടില്ല, അതിന്റെ കാര്യമൊന്നും ഞങ്ങൾക്കില്ലാന്ന് പറയാം. കള്ളത്തരം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നോ? ഇപ്പൊ തന്നെ പോലീസിന് വിളിക്കും, ഉള്ള പൈസ ഇവിടെ വെച്ചോളാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ ലക്ഷ്മിയ പറഞ്ഞു, ഇല്ല കട്ടെടുത്തിട്ടില്ല, എന്റെ മോൻ അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറയണം. ശരത്ത് പറഞ്ഞു, ഞാനിവിടെ ഒന്ന് മാപ്പ് പറയാൻ വേണ്ടിയിട്ടാ, അല്ലാതെ പൈസ കട്ടെടുക്കാനല്ലെന്ന് പറയണം. ഈ സമയമാണ് രേവതി അകത്തുനിന്ന് അങ്ങോട്ട് വരുന്നേ. രേവതി എന്നിട്ട്, അല്ലമ്മേ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. ഈ സമയം ശരത്ത് പറഞ്ഞു, അതെ ഞാൻ പൈസ കട്ടെടുത്തെന്നാ പറയണേ. രേവതി ചേച്ചി എന്റെ ഈ പൈസ എടുത്തന്ന് ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ഇവര് വിശ്വസിക്കുന്നില്ല, പോലീസിനെ വിളിക്കുമെന്നൊക്കെയാ പറയണേ. പെട്ടെന്ന് രേവതി ചോദിച്ചു, അമ്മ എന്തൊക്കെയാ അമ്മ പറഞ്ഞേ? ഞാൻ പറഞ്ഞല്ലോ ശരത്ത് പൈസ എടുത്തിട്ടില്ലാന്ന്. പിന്നെ എന്തിന്റെ പേരിൽ അമ്മ ശരത്തിനെ കുറ്റപ്പെടുത്തുന്ന ചോദിക്കാം. നീ ഒരക്ഷരം മിണ്ടി പോയേക്കരുത്, നീ എല്ലാത്തിനും കാരണക്കാരി, നീ അല്ലേടി പൈസ എടുത്ത് കൊടുത്തു വിട്ടെ. എങ്ങോണ്ടാ കിടന്നെ? ഓരോ കുടുംബത്തിൽ നിന്ന് ഓരോ പെണ്ണിനെയൊക്കെ വിളിച്ചു കയറ്റിക്കൊണ്ട് വരും, എന്നിട്ടോ ബാക്കിയുള്ളവർ കിടന്ന് പെടാപ്പാട് പെടും. വീട്ടിലൊരു സാധനം പോലും വെക്കാൻ പാടില്ല. ഇങ്ങനെയാണെങ്കിൽ മനുഷ്യരെ കൊന്നിട്ട് ഇവളൊക്കെ പൈസ ഉണ്ടാക്കുള്ളൂ എന്ന് പറയാം. രവീന്ദ്രൻ അങ്ങോട്ട് വന്നു. രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, അല്ല എല്ലാരും ഉണ്ടല്ലോ, ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. ഈ സമയം ചന്ദ്രപതി പറഞ്ഞു, പൈസ കട്ടെടുത്തോണ്ട് പോയില്ലേ, അതിന്റെ പേര് ഞാൻ വിളിച്ചു വരുത്തിയതാന്ന് പറയാണ്. നീ എന്താ ചന്ദ്രയെ കാണിച്ചെന്ന് ചോദിക്കുക. ഇവരെ കട്ടെടുത്തതിന് തെളിവുണ്ടോ? നീ എന്തൊക്കെയാ കാണിക്കണേ? നിനക്ക് വല്ല ബോധമുണ്ടോന്ന് ചോദിക്കും. എനിക്കറിയാം ഇവനല്ലാതെ ഈ പൈസ ഇവിടെ നിന്ന് ആരും മോഷ്ടിച്ചോണ്ട് പോകത്തില്ല, അത് ഇവൻ തന്നെയാന്ന് പറയണം. ആ സമയം സച്ചിയും കൂടെ അങ്ങോട്ട് വന്നു. അവരെ കണ്ടതും ദേവുവിനോട് ചോദിച്ചു, ദേവ് ഇന്ന് ക്ലാസ്സിൽ പോയില്ലെന്ന് ചോദിക്കും. ഇല്ല. ഇതെന്താ ഇവനും വന്നത്? ഇവൻ കോളേജിൽ പോയില്ലെന്ന് ചോദിക്കും. ഇല്ല. കാരണം എന്ത് പറ്റി? പെട്ടെന്ന് ലക്ഷ്മിയമ്മ കാര്യങ്ങളൊക്കെ പറയാണ്. പൈസ കട്ടെടുത്തെന്ന് പറഞ്ഞോണ്ട്. എന്റെ ദേമേ, അമ്മയല്ലേ ഇതൊക്കെ വിശ്വസിച്ച് ഇങ്ങോട്ട് വരത്തുള്ളൂ. അമ്മയ്ക്ക് വേറൊരു പണിയില്ലേ? ഇവിടുത്തെ അമ്മയ്ക്ക് പിന്നെ ബോധമില്ല വിവരമില്ലെന്ന് വെക്കാം. എന്നും വെച്ചാൽ അമ്മ ഇതിന്റെ പുറകെ തുള്ളിക്കളിക്കേണ്ട കാര്യമുണ്ടോ? ശരത്ത് അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് രേവതിക്കും അച്ഛനൊക്കെ നന്നായിട്ടറിയാം. ഇതിന്റെ പേരില് നിങ്ങൾ വെറുതെ മെനക്കെട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ആ കടയിലേക്ക് പോവാണെങ്കിൽ 10 രൂപയെങ്കിലും കിട്ടിയാന, വെറുതെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാന്നല്ലാതെ. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, അങ്ങനെ നൈസായിട്ട് നീ നിന്റെ പെണ്ണുമ്പിള്ള വീട്ടുകാരെ അങ്ങോട്ട് ഒഴിവാക്കി വിടാൻ വരട്ടെ. അതെ സത്യം തെളിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാം. ഈ സമയം സച്ചി ചോദിച്ചു, അമ്മയ്ക്ക് എന്ത് സത്യം അറിയണ്ടേ? ആ പൈസ എടുത്ത് എനിക്ക് അറിയണം. ആ പൈസ എനിക്ക് കിട്ടിയാൽ മതിയാവുള്ളൂ എന്ന് പറയാം. കുറെ കടങ്ങളൊക്കെ ബാക്കിയുണ്ട്, അതെനിക്ക് വീട്ടണമെന്ന് പറയാം. ഇത് കേട്ട രവീന്ദ്രൻ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ചന്ദ്രേ, ഇവരെടുത്തിട്ടിരുന്ന ഒരു തെളിവില്ല എടുത്തിട്ടുണ്ട് എന്നുള്ളതിനുള്ള. അതുകൊണ്ട് ഇവരെ വെറുതെ കുറ്റക്കാരാക്കാൻ നീ ശ്രമിക്കണ്ട. അതെ നിങ്ങൾ പൊക്കോളാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റട്ടെ. ഈ സമയത്താണ് ശ്രുതിയും കൂടെ അങ്ങോട്ട് വന്നേ.
സുധിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യടാ, പോലീസിനെ വിളിക്ക്, പോലീസ് വരട്ടെ എന്ന് പറയണം. സുധിയിലൊരു പരിങ്ങളുണ്ടായി. പോലീസ് വന്നാൽ തന്റെ കാര്യത്തിന് തീരുമാനമാവും. ഈ സമയം ശ്രുതി പറഞ്ഞു, അല്ലമ്മേ ശരത്തല്ലേ പൈസ എടുത്തേ, അന്ന് അവനോട് ശരത്തിനോട് ആ പൈസ ഇങ്ങ് ചോദിച്ചാൽ പോരെ, പിന്നെ പോലീസിനെ വിളിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ട് ശരത്ത് പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ലേ ചേച്ചി, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയണേ. ദേവ് പറഞ്ഞു, ശരിയാ, ശരത്തിന് അന്നൊരു അബദ്ധം പറ്റി, ബൈക്ക് മോഷ്ടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും അവൻ അങ്ങനെയും ചെയ്യത്തില്ല, അതോടുകൂടി അവനൊരു പാഠം പഠിച്ചത്, ഇനി എനിക്ക് ചെയ്യത്തില്ല എന്ന് പറയാം. ഈ സമയം ലക്ഷ്മി പറഞ്ഞു, ശരിയാ ശ്രുതി മോളെ, അവൻ പറഞ്ഞ കാര്യം പറഞ്ഞ അന്ന് അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു, അതിന്റെ പേരിൽ അവന്റെ അച്ഛന്റെ ജീവൻ വരെ അവന് നഷ്ടമായത്, അന്ന് അവൻ ശബ്ദം ചെയ്ത് ഇനി അങ്ങനെയും ചെയ്യത്തില്ലാന്ന്. ഞങ്ങൾ പാവങ്ങളാ, ഞങ്ങൾക്ക് പൈസയില്ല, പൈസയുടെ കുറച്ച് കുറവുണ്ട് എന്നും പറഞ്ഞ് എന്റെ മക്കളെ ഞാൻ അങ്ങനെയല്ല വളർത്തിയിരിക്കുന്നേ, കട്ടെടുക്കാനല്ല പഠിപ്പിച്ചിരിക്കുന്നത്. ഒരിക്കലും എന്റെ മോൻ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. ഇതിന്റെ പേരിൽ എന്റെ മോനെ കുറ്റക്കാരനാക്കല്ലെന്ന് പറയാണ്. ഇത് കേട്ട് ശ്രുതി പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, തെളിവുകളെല്ലാം നിങ്ങളുടെ മോനെതിരെയല്ലെന്ന് ചോദിക്കണം. ഇത് കേട്ടൻ രേവതിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. രേവതി വന്നിട്ടൊന്നും പറഞ്ഞു, ശ്രുതി നീ വെറുതെ അനാവശ്യം പറയരുത്, എന്റെ ആങ്ങളെ അങ്ങനെ ചെയ്യത്തില്ല, എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയണം. ഹോ എന്നിട്ടാണോ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കാം. ദേ പറയുന്നതിന്റെ അതിലുണ്ട് കേട്ടോ, എന്തും ഏതും വായത്തൊന്ന് വിളിച്ചു പറയാനാവരുത് എന്നും പറഞ്ഞ് രേവതി ശ്രുതിയോട് കാണാൻ ദേഷ്യപ്പെടുകയാണ്. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിന് പേരിൽ വഴക്കോ പ്രശ്നങ്ങളൊന്നും വേണ്ട, നിർത്തിയാരെ, പറഞ്ഞു കേട്ടല്ലോ, പറയുന്നങ്ങൾ അനുസരിച്ചാൽ മതി, ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ഒരു തർക്കോ പ്രശ്നങ്ങളൊന്നും വേണ്ട, ചന്ദ്രമതി നിന്നോടും കൂടിയാ പറയണേന്ന് പറയാണ്. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, അതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, വിളിക്കട സുധി, നീ പോലീസിനെ വിളിക്കാൻ പറയണം. അത് വേണോമേ, വിളിക്കാൻ പറഞ്ഞാൽ വിളിച്ചാൽ മതി എന്ന് പറയാം. ഈ സമയത്ത് സച്ചി പറഞ്ഞു, വിളിക്കട്ടെ, പോലീസ് വരട്ടെ, പോലീസ് വന്ന് തെളിയിക്കട്ടെ, നിനക്കെന്താടാ സുധി പോലീസിനെ വിളിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഇത്ര പരിങ്ങല്, പൈസ എടുത്ത് നീ അല്ലേന്ന് ചോദിക്കണം. ഇതേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. ചന്ദ്രമതി പറഞ്ഞു, എന്റെ മോന്റെ മേലെ കുറ്റം ആരോപിക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ടെന്ന് പറയണം. അപ്പോഴാണ് ഒരു പയ്യൻ അങ്ങോട്ട് വരുന്നേ. അവൻ വന്നിട്ട് നീ സുധീന്ദ്രന്റെ വീടല്ലെന്ന് ചോദിക്കും. അതേന്ന് പറയണ. അല്ല ആരാ, എന്താ കാര്യം ചന്ദ്രമതി ചോദിക്കും. പെട്ടെന്ന് സുധീ അങ്ങ് ചെല്ലുവാണ്. അല്ല ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു ചോദിക്കും. ഒന്നല്ല 2 ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു ചോദിക്കും. ആ ചെയ്തായിരുന്നു. ഈ സമയം ചന്ദ്രമതി ഫ്ലൈറ്റ് ടിക്കറ്റോ, അതെന്തിനാ? പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അല്ലമ്മേ ആൻഡമാനിലേക്ക് ഞങ്ങൾക്കൊരു ഹണിമൂൺ ട്രിപ്പ് ഉണ്ടായിരുന്നു, അപ്പൊ അതിനുവേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത കാര്യം പറയണേന്ന് പറയണം. അപ്പോഴാണ് ശരിക്കും ബാക്കി എല്ലാവരും സത്യം പറയുന്നത്. സച്ചു ചോദിച്ചു, ആൻഡമാനിലേക്കോ? ഈ സമയം ആ പയ്യൻ പറഞ്ഞു, അതെ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പം ഒരു 10% അതിനകത്ത് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, അപ്പൊ ആ ഡിസ്കൗണ്ട് എമൗണ്ട് 8000 രൂപ ബാലൻസ് ഉണ്ട്, ഈ പൈസ വെച്ചോ. അത് മാത്രമല്ല 2 ഫ്ലൈറ്റ് ടിക്കറ്റും ഉണ്ടെന്ന് പറയണം. ആ പൈസ ആ കവറിനകത്ത് തന്നെ വെച്ചിട്ടുണ്ടെന്ന് പറയണം. ഇത് പെട്ടെന്ന് സുധി അങ്ങോട്ട് വാങ്ങിയെടുത്തു. പിന്നീട് ശരിയെന്ന് പറഞ്ഞ് അവനങ്ങോട്ട് പോവാണ്. പെട്ടെന്ന് സച്ചി ഇങ്ങനെ നോക്കി ആ കവർ, അന്ന് അച്ഛൻ കൊണ്ടുവന്ന അതേ സെയിം കവർ തന്നെ, ആ 1,00,000 രൂപ ഇട്ടുകൊണ്ട് വന്നേ. പെട്ടെന്ന് സച്ചി സുധിയോട് പറഞ്ഞു, ആഹാ അവിടെ നിന്നാടാ എന്ന് പറയണം. പെട്ടെന്ന് സുധി പറഞ്ഞു, ഇത് ഫ്ലൈറ്റ് ടിക്കറ്റ് ആണെന്ന് പറയണേ. ഫ്ലൈറ്റ് ടിക്കറ്റ് ആണോ? അമ്മ ഞാനൊന്ന് കാണട്ടെ, ആ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ഇതിനായിട്ട് കണ്ടിട്ടില്ല, ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുവാണ്. സുധി പെട്ടെന്ന് മുറിയിലേക്ക് കയറിപ്പാൻ തുടങ്ങി. സുധിയുടെ കൈ പിടിച്ചങ്ങ് നിർത്തുവാണ്. ഇങ്ങോട്ട് തരാൻ പറയണം. അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് മേടിച്ചു. അപ്പറേ കയ്യിലേക്ക് ആ കവറും കൂടെ തരാൻ പറയണം. കവറും കൂടെ അങ്ങോട്ട് മേടിച്ചു. അതിനകത്താണ് ബാലൻസ് എമൗണ്ട് 8000 രൂപ വെച്ചിരിക്കുന്നത്. സച്ചി ആ കവറും കൂടെ മേടിച്ചു നോക്കി. സുധി ഇങ്ങനെ തകർന്ന തരിപ്പണമായിട്ട് നിൽക്കുവാണ്. കവറിന് പുറത്ത് രവീന്ദ്രൻ KSRTC ഡ്രൈവർ അങ്ങനെയൊക്കെ പറഞ്ഞ അഡ്രസ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കവർ കണ്ടപ്പോഴേ മനസ്സിലായി അച്ഛൻ്റെ 1,00,000 രൂപ പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാൾ കൊടുത്ത എമൗണ്ട് ആണ്. 1,00,000 രൂപ കൊടുക്കണമായിരുന്നു നഷ്ടപരിഹാരമായിട്ട് മധുസൂദൻ. അപ്പൊ ആ കവറിനകത്ത് വെച്ചാണ് പൈസ കൊടുത്തത്. ആ കവറോട് കൂടിയിട്ടാണ് ചന്ദ്രമതി കൊണ്ടുപോയി അലമാരിക്കകത്ത് കൊണ്ടുപോയി വെച്ചത്. പക്ഷേങ്കിൽ ആ അലമാരിക്കകത്ത് ആ കവറോട് കൂടി അവൻ എടുത്തോണ്ട് പോയത്. പക്ഷേങ്കിൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല സുധി ഈ കാര്യം, ഇങ്ങനെ ഒരു ചതി കിട്ടുമെന്നുള്ള കാര്യം, ഇങ്ങനെ തനിക്കിട്ടൊരു പണി വരുമെന്നുള്ള കാര്യം. പെട്ടെന്ന് സച്ചി രവീന്ദ്രനോട് ചോദിച്ചു, അല്ല ചാ ഒരു കാര്യം ചോദിച്ചോട്ടെ, സുധി എന്നാ KSRTC ഡ്രൈവർ ആയെന്ന് ചോദിക്കുക. എന്താടാ മോനെ പറഞ്ഞേ? അച്ഛൻ പെൻഷൻ തുക കൊണ്ടെന്ന് വെച്ച കവറല്ലേ, അത് സെയിം കവർ തന്നെയാന്ന് പറയാണ്. ഇത് കേട്ട് ചന്ദ്രമതി എല്ലാവരും ഒന്ന് ഞെട്ടി. ഇത് കേട്ട സുധിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെ വരട്ടെ, കള്ളൻ കപ്പലിൽ തന്നെയായിരുന്നു, ഞാൻ ആകുന്നേ പറഞ്ഞു, ആരും വിശ്വസിച്ചില്ല. അങ്ങനെയുണ്ടോ? ഇതാ പറയുന്ന ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് കൃത്യസമയത്ത് തന്നെ കള്ളനെ മുമ്പിൽ കൊണ്ടേ വെച്ചു തന്നു. എന്നാലും ഇപ്പം മനസ്സിലായല്ലോ ആരാ കട്ടെടുത്തെന്നുള്ള കാര്യം മനസ്സിലായെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുധി തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുവാണ്. പെട്ടെന്ന് സുധിയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ഇത് കണ്ട് പേടിച്ചു പറിച്ച് ഇങ്ങനെ സുധി നിൽക്കുക. എന്ത് ചെയ്യണം, ഇറങ്ങി ഓടണോ, നിൽക്കണോ, അതോ ഇനിയിപ്പോ എന്ത് കള്ളത്തരം പറയണമെന്ന് അറിയില്ലാതെ ഒരു നിമിഷം ബാക്കി എല്ലാവരും ഞെട്ടിപ്പോയി. സുധി ഇത്രയും വല്ല കള്ളത്തരം ചെയ്യുന്ന ബാക്കി ലക്ഷ്മിയമ്മ ആരും വിശ്വസിച്ചിരുന്നില്ല. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. നാളെ ഉച്ചയ്ക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വരാട്ടോ. ഇനി എന്തൊക്കെയാ സംഭവിച്ചെന്ന് അറിയണ്ടേ? ശ്രുതി അവനെ വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിച്ചോ, അതോ ഇനിയിപ്പം
സച്ചി അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ, ചന്ദ്രമതി ഇറക്കി വിട്ടോ എന്നൊക്കെ അറിയണ്ടേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.